ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ആ ഒരു റേസിങ്ങിൻ്റെ ഇടയിൽ ജയുടെ വണ്ടിയാണെങ്കിൽ ഒരിടത്ത് ചെന്ന് ഇടിക്കുന്നതാണ്. അത് കണ്ടുകൊണ്ട് തന്നെ ജിന്ന് അവൻ്റെ കാർ നിർത്തിയിട്ട് ജയുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ ഡോറൊക്കെ എങ്ങനെ തുറന്നിട്ട് ജെ നീ ഓക്കെ ആണോ, എടപ്പൊട്ട നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, 2 റൗണ്ടും കൂടി ഇങ്ങനെ ഓടിച്ചിരുന്നെങ്കിൽ നിന്നെ നേരെ പെട്ടിയിലേക്ക് എടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ കുറേ പറയുന്നുണ്ട്. ഇതേ സമയം ഇതുപോലെ ജിന്ന് ഇവനോട് സംസാരിക്കുന്നത് ജയ് കഴിഞ്ഞ ദിവസത്തെ സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ സ്വപ്നത്തിൽ നടന്ന കാര്യം ഇപ്പോൾ റിയലായിട്ട് നടക്കുവാണെന്നുള്ള ചിന്തയിൽ അവൻ ഇരിക്കുന്നുണ്ട്. അത് മാത്രമായിരുന്നില്ല, ജയുടെ കൈക്ക് ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് വേദനിക്കുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് ജയനെ കാണിക്കുമ്പോൾ അവന് വീണ്ടും ഇതേപോലെ തന്നെ ജിന്നിൻ്റെ 2-3 സംസാരിക്കുന്ന സിറ്റുവേഷൻസിൻ്റെ വിഷനൊക്കെ വരുന്നുണ്ട് അവൻ്റെ ഉറക്കത്തിൽ. അപ്പോൾ അവനിപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത്. ആ ടൈമിലാണ് അവനിങ്ങനെ വിഷൻ വരുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവന് ബോധം വരുന്നുണ്ട്. അവൻ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്ത് അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ജിന്നും ജിന്നിൻ്റെ അമ്മയും നിൽക്കുന്നുണ്ട്. ജിന്നിൻ്റെ അമ്മ ജിന്നിനിട്ട് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. അവൻ അടി കൊടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടും ഇനിയും പോയി ഒരുപാട് റേസ് ചെയ്യുമായിരുന്നല്ലേ, ഇപ്പോൾ അപകടം പറ്റിയതുകൊണ്ടാണ് ഞങ്ങൾക്കിത് അറിയാൻ പറ്റിയത്, ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ബോധം വന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തൻ്റെ അമ്മ തനിക്കൂട്ട് തരുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജയാണെങ്കിൽ വീണ്ടും കണ്ണടച്ചങ്ങ് ബോധമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട്. അത് ജിന്ന് കണ്ടായിരുന്നു. ജിന്നതുകൊണ്ട് എടാ എഴുന്നേറ്റെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം, നീ അങ്ങനെ തന്നെ കിടക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയുടെ അമ്മ മോനെ നീ എഴുന്നേറ്റ് നീ ഓക്കെ ആണെന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ ആ അമ്മ കുഴപ്പമില്ല ഞാനിത് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിക്കുകയാണ് പാവത്തിനെ പോലെ. അടി കിട്ടാതെ എസ്കേപ്പ് ആവാനായിട്ട് ഇവൻ അഭിനയിക്കുവാണെന്ന് മനസ്സിലായിട്ട് അവൻ്റെ അമ്മ അവന് വിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ജിന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സും ടാറും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ ജയ്ക്ക് എങ്ങനെയുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്, എങ്കിൽ എൻ്റെ അമ്മയും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടും കൂടെ തരും, ഞാൻ ഇപ്പോൾ കുറേ കേട്ടതേ ഉള്ളൂ, നിങ്ങളായിട്ട് അങ്ങോട്ട് വരാതിരിക്കണ്ട, ഇനിയിപ്പോൾ അവനാണെങ്കിൽ റെസ്റ്റ് എടുക്കട്ടെ, അവൻ്റെ പാരൻസിൻ്റെ അവിടേക്ക് ഇരുന്നിട്ട് അതൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഇവരാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ജയുടെ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്ന ഭീമെന്ന് പറഞ്ഞൊരു പയ്യനും ഇത്ര നേരം അവരോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ പറഞ്ഞു വിടാനും ഭയങ്കര പാടായിരുന്നു, എങ്ങനെയൊക്കെയാണ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടേന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ജയിനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവനും ഇപ്പോൾ അവൻ്റെ അച്ഛനും കൂടെ ഇങ്ങനെ ലിവിങ് റൂമിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും അവൻ്റെ കാറിന് ഡാമേജ് ആയിട്ട് അതിപ്പോൾ വർക്ക്ഷോപ്പിൽ നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞാണത്, അതിന് പുന്നോരെ നോക്കിക്കോണേന്നൊക്കെ. അവനത് പെട്ടെന്ന് തന്നെ വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോഴൊന്നും അത് കിട്ടത്തില്ല എന്ന്. ആ സമയം അവനാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കോളേജിൽ പോകുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ജിന്നിൻ്റെ കാറിൽ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ കാറിലോ ഞാനെന്തിനാ അതിൽ പോകണമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവനിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് അവൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അവനിങ്ങനെ അറിയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ഇതൊക്കെ എന്താ അമ്മ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നതും അമ്മയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിങ്ങളിവർ കാര്യം പറഞ്ഞ് കൊടുത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്താ അച്ഛാ എന്താ അമ്മയെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിന്ന് അവൻ്റെ ഹോസ്റ്റൽ റൂമിൽ അതായത് അപ്പാർട്ട്മെൻറ്റ് റൂമിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അമ്മ മൊത്തം അവിടെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നല്ലോ, ഒന്നുകൂടെ തെളിച്ച് പറയാനായിട്ട്. അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ, ജയുടെ കൈ ഓക്കെ ആവുന്നവരെ ഇനി 1 മാസത്തേക്ക് അവനാണെങ്കിൽ നിൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൂടെ ഹെൽപ്പ് ചെയ്തൊക്കെ താമസിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ജിന്ന് ഒരുമാതിരിയായി പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ജയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജയിനെയും ജിന്നിനെയും കൂടെ ആയിട്ട് അവിടെ റൂമിൽ പിടിച്ചിരുത്തിയിട്ട് രണ്ടുപേരും അമ്മമാർ പറയുന്നുണ്ട് രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കരുത്, ആർക്കും അങ്ങോട്ടും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, നന്നായിട്ട് സ്നേഹത്തോടെയൊക്കെ മുന്നോട്ട് പോക്കണം, പിന്നെ നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും എന്ത് പണി ഒപ്പിച്ചാലും ആരാണ് തുടങ്ങി വെച്ചത് എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കൂല, പകരം 1 മാസം നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോകുന്നതിന് പകരം ഓരോരോ മാസം എക്സ്ട്രാ കൊടുത്തരും, അപ്പോൾ അത്രയും മാസം വരെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അമ്മമാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ എൻ്റെ ദൈവം എന്തൊരവസ്ഥയാണ്, നിനക്കൊന്ന് വാർന്ന് പറഞ്ഞിടായിരുന്നു, നീ എന്തിനാ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നത്, നിനക്കെന്നെ എൻ്റെ കൂടെ താമസിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറയുന്നുണ്ട്. ജയപ്പോൾ പിന്നെ നീ പറയുന്ന കേട്ടതൊന്നും എനിക്ക് ഇവിടെ താമസിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണെന്ന്, അതുകൊണ്ടൊന്നുമല്ല ഈ ഒരു മാസം നമുക്കാണെങ്കിൽ ഒന്ന് സമാധാനത്തിലൊക്കെ നിന്ന് പോവാം, അങ്ങനെ പെട്ടെന്ന് സമയം കഴിഞ്ഞു പോകല്ലോ, പിന്നെ നമുക്ക് ഒരുമിച്ച് താമസിക്കേണ്ട അവസ്ഥ വരില്ലല്ലോ, പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകും, ഇപ്പം എൻ്റെ ലഗേജ് ഒന്ന് എടുത്ത് വയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ എൻ്റെ ദൈവം എന്തൊരവസ്ഥ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ജയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജിന്നാണെങ്കിൽ ഫാമിനെയും വാനിനെയും കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരാളെ കോൾ ചെയ്തിട്ട് ഇങ്ങനെ സ്പീക്കർ കോളിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ജിന്ന് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് 1 മണിക്കൂർ പോലും ഇവൻ്റെ കൂടെ ഇങ്ങനെ താമസിക്കാൻ പറ്റും തോന്നുന്നില്ല, ഭയങ്കര കഷ്ടമാണെന്നൊക്കെ. ആ സമയം വാൻ പറയുന്നുണ്ട് നിങ്ങളുടെ പാരൻസ് എന്തായാലും അടിപൊളിയല്ലേ, അവർക്കറിയാം നിങ്ങൾ തമ്മിൽ എന്തുമാത്രം സ്നേഹത്തിലാണെന്ന്, അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരുമിച്ച് താമസിപ്പിച്ചേന്നൊക്കെ. ആ സമയം ജിന്നാണെങ്കിൽ അവൻ്റെ കൂടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വല്ല കൊലപാതകമൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ നേരം വാനാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് ഇങ്ങനെ കോളിൽ സംസാരിച്ചുകൊണ്ട് ഫാമിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്ന സ്നാക്സ് തനിക്ക് ഇങ്ങനെ വായിലേക്ക് വെച്ചിടാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ജിന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഞാൻ നിങ്ങളുടെ റൂമിൽ ഒന്ന് താമസിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വാന് അത് വേണ്ട, ഓൾറെഡി ഞാനാണെങ്കിൽ ഈ റൂമിലേക്ക് വന്നിട്ട് ഫാമിൻ്റെ ഉള്ള സ്ഥലം കൂടെ കളഞ്ഞിരിക്കുക, ഇനി നീയും കൂടെ ഇങ്ങോട്ടായിരുന്നു കയറണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എന്നെക്കൊണ്ട് ഇവൻ്റെ കൂടെ താമസിക്കാൻ
താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഫാം പറയുന്നുണ്ട് കുറച്ച് സമയത്തിൻ്റെ കാര്യമല്ലേ, അവൻ്റെ കൈ റിക്കവർ ആകുമ്പോഴത്തേക്കും തിരിച്ചു പോകാൻ പറ്റുമല്ലോ. ആ സമയം അവൻ്റെ കൈ റിക്കവർ ആവാൻ 1 മാസം ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുവരെയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ജിന്നു പറയുന്നുണ്ട്. ഞാനപ്പോൾ പറയാൻ പറ്റില്ല, എങ്ങാനും നിങ്ങളിങ്ങനെ അടിയുണ്ടാക്കി ലാസ്റ്റ് നിങ്ങളുടെ ഇടയിൽ വല്ല സ്പാർക്കും കത്തിയാലോ എന്നിങ്ങനെ പറയുമ്പോൾ ജിന്നാണെങ്കിൽ പിന്നെ സ്പാർക്ക് ഇപ്പം കത്തും, അങ്ങ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഒരു സ്ഥലത്ത് 2 പുലികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റത്തില്ല, ഒരിടത്ത് 1 പുലിയെ പാടുള്ളൂ, അങ്ങനെ ആക്കി തീർക്കും ഞാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാസ് ഡയലോഗൊക്കെ പറയും. കോൾ കിട്ടിയുന്നുണ്ട്. കോൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും അടുത്ത് വാനും ഫാമും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കളിക്കുന്നത് പോലെ രണ്ടും കൂടെ അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ജിന്നിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഒരു സെലോ ടൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഏതൊക്കെയോ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിങ്ങനെ പോകുന്നുണ്ട്, അതായത് റൂമിനെ രണ്ടാക്കുന്ന പോലെ. ആ ടൈമിൽ ജെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവനിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഇതെന്താ സംഭവം രീതി നോക്കുന്നുണ്ട്. ജെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജിന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നോക്കുന്നതെന്ന്. ആ ഒരു സംഭവം കേൾക്കുമ്പോൾ ജെ ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം ജെ അവൻ്റെ സ്വപ്നത്തിൽ ഇതേപോലെ ജിന്ന് ഇതേ ഡ്രസ്സിൽ ഇതേ സിറ്റുവേഷനിൽ ഇവനോട് ചോദിക്കുന്ന സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ സ്വപ്നത്തിലുള്ളത് നേരിട്ട് നടക്കുന്നു എന്നിങ്ങനെ തോന്നൽ വന്നിട്ട് ജെ ആണെങ്കിൽ ഒരുമാതിരിയായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജെയുടെ കോൺസെൻട്രേഷൻ തെറ്റിയിരിക്കുന്നതാണെങ്കിൽ ജിന്ന് വീണ് ഇവിടെ എന്താണ് നിനക്ക് കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നേരത്തെ വാനിനോടും ഫാമിനോടും പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ ജിന്ന് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് 2 പുലികൾ ഉണ്ടാകാൻ പാടില്ല, 1 മതിയെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും പിന്നെ നിന്റെ പുലി നിനക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ ഒട്ടിച്ചാൽ സെലോട്ടപ്പ് എല്ലാം തന്നെ ജെ ഇങ്ങനെ ഇളക്കി മാറ്റുന്നുണ്ട്. ജിന്നപ്പൂ നീ എന്തായി കാണിക്കുന്നത്, നീ എൻ്റെ ഇത് വാങ്ങിച്ചു കൂട്ടും മര്യാദയ്ക്ക് ഇരിക്കാനേ പറയുന്നുണ്ട്. എന്നാൽ ജെ കേൾക്കുന്നില്ല. ജെ ആ ഒരു സെലോട്ടപ്പ് എല്ലാം തന്നെ ഊരിയെടുത്ത് എല്ലാം ചുരുട്ടിക്കൂട്ടി ജിന്നിൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജിന്നിനോട് പറയുന്നുണ്ട് നീ എങ്ങാനും സമാധാനം പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ജെ ആണെങ്കിൽ പിന്നെയും ജിന്നുമായിട്ട് സമാധാനത്തിൽ തന്നെ ഇരുന്ന് പോകുന്നുണ്ട്. അവനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ജിന്നാണെങ്കിൽ തീരെ പറ്റുന്നില്ല. അതവൻ്റെ മുഖത്ത് നല്ലതുപോലെ അവൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ജെ പറയുന്നുണ്ട് ഒന്ന് സഹിച്ചിരിക്കുമോ, നിനക്ക് ഇത്ര പാടെന്തുവാന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങാണ് വീണ്ടും ഇത് തന്നെ. സാറിനെ സഹിയായിട്ടിട്ട് ജെ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് എൻ്റെ കൈ ശരിയാകുമ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു അടി കിടക്കും, അതിൽ കൂടെ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വരും, അതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണ് നല്ലതെന്ന്. പിന്നെ അവ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ സമാധാനം പാലിച്ച് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന്. അങ്ങനെ ജെ പറയുന്നുണ്ട് എൻ്റെ കൈ ഓക്കെ അവൻ 1 മാസം എടുക്കുമെന്ന് പറഞ്ഞു, അതുവരെയാണ് നമ്മളടുത്ത് ഒരുമിച്ച് താമസിക്കാനും പറഞ്ഞത്. നീ എന്നെ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ പെട്ടെന്ന് ഓക്കെയാവും, അങ്ങനെ നമ്മൾ 1 മാസം ഒന്നും ഒരുമിച്ച് താമസിക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിന്നിന് ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജെയിനെ കുളിക്കാനായിട്ടൊക്കെ ജിന്നിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലും ചെറിയ ഇങ്ങനെ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അതിന് പിന്നീട് ഉറങ്ങാനായിട്ട് കിടക്കുന്ന ടൈമിലായാലും ജിന്നിനെയാണെങ്കിൽ ജെയിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജെയിൻ്റെ കൺട്രോൾ പോകാറാകുമ്പോൾ ജെ ആണെങ്കിൽ മതി കിടന്ന് ഉറങ്ങാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ കോളേജിൽ പോകാനായിട്ട് ജെ ആണെങ്കിൽ റെഡിയായിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ജിന്ന് കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അതേ സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ അവൻ അവൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ സ്വപ്നത്തിൽ കണ്ട എക്സാക്റ്റ് തന്നെയാണ് നമ്മൾ ഡൗട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിൽ കണ്ട അതേ സെയിം സീൻ തന്നെ റിയലായിട്ട് നടക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ ഇതുപോലെ കോഫി ഉണ്ടാക്കുന്ന ടൈമിൽ ജിന്നിൻ്റെ കൈ കൂടെ ചൂടുവെള്ളം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ നടക്കാതിരിക്കാനായിട്ട് അവനാണെങ്കിൽ കോഫിയിലോട്ട് ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് തുടങ്ങുന്നതും ജെ അങ്ങോട്ട് ചെന്നിട്ട് ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ ഒരു ഗ്ലാസ് വാങ്ങുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ അവന് വേണ്ടിയിട്ട് വേറൊരു കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ജെ വീണ്ടും പ്രത്യേകം പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ചൂടുവെള്ളം ആവാതെ നോക്കണമെന്ന്. അതിനുശേഷം രണ്ടുപേരും കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ജിന്നിൻ്റെ കാറിൽ പോകാനായിട്ട് ജിന്ന് ജിക്ക് വേണ്ടിയിട്ട് ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിലേക്ക് കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും ജിന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാറിൽ കയറുന്നു എന്ന് ഏറ്റവും അവസാനം പ്രതീക്ഷിച്ച ആൾ നീയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യും നിൻ്റെ കാറിലിരിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല, ഞാനും നിൻ്റെ കാറിൽ എൻ്റെ ജീവിതത്തിൽ കയറുമെന്ന് വിചാരിച്ചേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സംസാരിച്ച് രണ്ടുപേരും നേരെ കോളേജിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴും ജിന്നാണെങ്കിൽ ജെയ്ക്ക് വേണ്ടിയിട്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പുറത്തിറങ്ങുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണെന്ന് കോളേജ് മൊത്തം അറിയാം. രണ്ടുപേരുടെ പേരും ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ ആ കോളേജിലുള്ള എല്ലാവരും തന്നെ ഫാഷൻ ഡിസൈൻ ഫാക്കൽറ്റിയിലുള്ള 2 Js എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോൾ കാറിലിങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേക്കും 2-3 പിള്ളേർ അവിടെ ഇന്നുകൊണ്ട് ഇതെന്തോ നമ്മൾ സത്യമാണോ കാണുന്നത്, രണ്ടുപേരും ഒരുമിച്ച് വന്നു, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു, എന്തായാലും രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ നല്ല കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ജിന്നും കേൾക്കുന്നുണ്ടായിരുന്നു, ജെയും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്നെ പരസ്പരം ചോദിക്കുന്നുണ്ട് അയ്യേ കെമിസ്ട്രിയാ നീയുമായിട്ടാ അയ്യേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ക്ലാസ്സിലേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ക്ലാസ്സിലോട്ട് പോകുന്നത് നമ്മുടെ ഫാമും വാനും മായും ഒക്കെ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വരുന്ന കാണുന്നതും ഇവരെല്ലാവരും ലോകത്തിലെ പുതിയതായിട്ട് നടന്നൊരു ചരിത്ര സൃഷ്ടി പോലെ ഇവരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മായയുടെ ക്ലാസ് പോലും അല്ല ഇത്. എന്നിട്ട് അവനിവിടെ വന്നിരിക്കുന്ന കണ്ടിട്ട് ജിന്ന് ചോദിക്കുന്നുണ്ട് നീ ഒരിക്കൽ പോലും നിൻ്റെ ക്ലാസ്സിൽ പോകത്തില്ലേ, 24 മണിക്കൂർ നീ ഞങ്ങളുടെ കൂടെയാണല്ലോ എന്ന്. അപ്പം മായി പറയുന്നുണ്ട് അത് പിന്നെ ഒരു ചരിത്ര സംഭവം നടന്നേ അല്ലേ, അപ്പോൾ അതിങ്ങനെ കാണാനായിട്ട് വന്നിരുന്നതാണെന്നൊക്കെ.
ശേഷം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മായി ചോദിക്കുന്നുണ്ട് നമുക്ക് ടാറിൻ്റെ റേസ് ട്രാക്കിലേക്ക് പോയാലോ എന്ന്. ആ ടൈമിന് വാനാണെങ്കിൽ ഞാൻ റെഡി, അവിടെ അടിപൊളിയാണ് എന്നൊക്കെ പോകാമെന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ താൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ വാനാണെങ്കിൽ അയ്യോ അങ്ങനെ പറയുന്നത് നീ എൻ്റെ അവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അവൻ്റെ തോളിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മായും ജിന്നും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മായി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ 24/7 ഒരുമിച്ചാണല്ലോ, എന്താ നടക്കുന്നതെന്നൊക്കെ. ആ ടൈമിന് മായിനോട് വാൻ പറയുന്നുണ്ട് നീ തെറ്റിദ്ധരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ ലവിലായി കഴിഞ്ഞാൽ തന്നെ അതൊരു ലോകാവസാനമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം മായാണെങ്കിൽ ഓക്കെ ഓക്കെ ശരി മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജിന്നിൻ്റെ അടുത്തും ജയിൻ്റെ അടുത്തും നിങ്ങൾ റേസ് ട്രാക്കിലേക്ക് വരുന്നുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഇല്ല ഞാൻ ജയിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാണെന്ന് പറയുന്നുണ്ട്. അയ്യപ്പോൾ നിങ്ങളും ഇപ്പോൾ എപ്പോഴും ഒരുമിച്ചാണല്ലോ, എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ജിന്നാണെങ്കിൽ അയ്യോ ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഇവൻ്റെ കാര്യം നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം, അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവന് ഒരുമിച്ചാണല്ലോ താമസിക്കുന്നത്, വേറൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ജയാണെങ്കിൽ ഞാനും വരുന്നില്ല, ടാറിൻ്റെ അടുത്ത് ഹായ് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ജിന്നിൻ്റെ അടുത്ത് എടാ വാടാ കുഞ്ഞാന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നീ ആരെയുടെ കുഞ്ഞാന്ന് വിളിച്ചത്, നിൻ്റെ അടുത്ത കൈയും കൂടെ ഞാൻ തല്ലി ഒടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജയുടെ പുറകെ പോകുന്നുണ്ട്. ഇവരിപ്പോഴും ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന കാണുമ്പോഴത്തേക്കും വാൻ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു റൂമിൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും അന്ന് ചെയ്യാനായിട്ടൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഫാഷൻ ഡിസൈൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിങ്ങിന് സ്റ്റിച്ച് ചെയ്യാനായിട്ടായിരുന്നു ഹോംവർക്ക്. അപ്പോൾ റൂമിൽ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ജയുടേത് അവിടെ ഇല്ല, ജിന്നിൻ്റെയിലാണ് രണ്ടുപേരുടെ ഹോംവർക്ക് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ജിന്നാണെങ്കിൽ അവൻ്റെ ഇങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയ പറയുന്നുണ്ട് ഇന്ന് വല്ലതും കഴിയുമോ, എനിക്ക് എൻ്റെതും കൂടെ ചെയ്യാനുണ്ടെന്ന്. എന്നാൽ ജിന്നാണെങ്കിൽ എന്നാൽ ശരി നീ തന്നെ വെച്ചുകൊണ്ടിരുന്നോന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറി കൊടുക്കുന്നുണ്ട്. ആ സമയം ജയ പറയുന്നുണ്ട് 1 മണിക്കൂർ ഞാൻ ചെയ്യും 1 മണിക്കൂർ നീ ചെയ്യും, നമുക്ക് അങ്ങനെ മാറി മാറി ചെയ്യാമെന്ന്. അങ്ങനെ ജയാണെങ്കിൽ ഇരുന്നിട്ട് അവൻ്റെ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഒരു കൈ ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് ജിന്നാണെങ്കിൽ ജയിനോട് എഴുന്നേറ്റ് മാറാൻ പറഞ്ഞിട്ട് ജയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ജിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജയാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജിന്ന് പറയുന്നുണ്ട് നീ ഇത്രയും സ്നേഹത്തോടെ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഭയങ്കര കൂളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ഇതേ സെയിം ഡയലോഗ് മറ്റൊരു സിറ്റുവേഷനിൽ ജിന്ന് പറയുന്നത് ജയ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റിയലായിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴത്തേക്കും ജയാണെങ്കിൽ വല്ലാണ്ട് കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. അവനങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ജിന്നിനോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട എൻ്റെ വർക്ക് നീ ചെയ്യണ്ട, എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ചെയ്തില്ലാണെങ്കിൽ അങ്ങനെ പ്രൊഫസറിനോട് പറഞ്ഞോളാം, പിന്നെ ഞാൻ ഉറങ്ങാനായിട്ട് പോവാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. ആ സമയം ജിന്ന് ഓക്കെ ഓക്കെ നീ മെഡിസിൻ കഴിച്ചിട്ട് വേണം കിടക്കാനെന്നും പറയുന്നുണ്ട്. അവൻ പെട്ടെന്ന് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ എന്താ പറ്റിയത് എന്നിങ്ങനെ ജിന്ന് ആലോചിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് വാനിനെയും ഫാമിനെയും പിന്നെ മായിനെയാണ്. അവരിപ്പോൾ ടാറിൻ്റെ റേസിംഗ് ട്രാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടാർ അവിടെ ഇങ്ങനെ കാർ ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് വാൻ പറയുന്നുണ്ട് അടുത്തിന് എനിക്ക് കാർ ഓടിച്ച് നോക്കണമെന്നൊക്കെ. ആ ടൈമിൽ ഫാമാണെങ്കിൽ നിൻ്റെ ഈ ഡ്രൈവിംഗ് സ്കിൽസ് വെച്ചുകൊണ്ട് നീ അങ്ങോട്ട് ഓടിക്കാൻ കയറിയാൽ മതി, നല്ല രസമായിരിക്കും എന്ന് പറയുന്നുണ്ട്. മായി അപ്പോൾ അതും പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. മായി പറയുന്നുണ്ട് നീയാണെങ്കിൽ ആരുമായിട്ട് റിലേഷൻഷിപ്പിലായാലും അവരാണ് നിനക്ക് വേണ്ടിയിട്ട് എപ്പോഴും കാർ ഓടിക്കുന്നത്, അതുകൊണ്ടാണ് നീ ഇതുവരെയായിട്ട് നേരെ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കാത്തതെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും വാൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഈ ഡയലോഗ് പറയുന്ന നേരത്ത് നീ സിംഗിളായിട്ടല്ലേ ഇരിക്കുന്നത്, പോയി ആരെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് മായിക്കിട്ട് ചെറുതായിട്ട് കൊണ്ടായിരുന്നു. മായപ്പോൾ ആടാ ഞാൻ സിംഗിളാണ് അതിനിപ്പോൾ നിനക്കെന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിലാണ് ടാർ അങ്ങോട്ടേക്ക് കാറൊക്കെ ഓടിച്ച് നോക്കിയിട്ട് വരുന്നത്. ടാർ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മൊത്തം ഓടിച്ച് നോക്കി വലിയ പ്രശ്നമൊന്നുമില്ല, ജയുടെ വണ്ടിയുടെ കൺട്രോൾ പോയ സ്ഥലവും നോക്കി അവിടെയും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ എനിക്ക് ഓട്ടിച്ച് നോക്കണമെന്നുണ്ട്, ഒരു റൗണ്ട് ഞാൻ ഓട്ടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടാറാണെങ്കിൽ അതിനെന്താ നീ ഓട്ടിച്ചോ, അവിടെ ഉപയോഗിക്കാതിരിക്കുന്ന ഏതൊരു സൈക്കിൾ ഉണ്ടായിരുന്നു നീ അതെടുത്ത് ഓട്ടിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. വേന ടൈമിൽ അല്ല എനിക്ക് കാർ ഓട്ടിക്കണമെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഓട്ടിക്കാൻ അറിയാമെന്നുള്ള ജയ്ക്ക് തന്നെ അപകടം പറ്റി, എന്നിട്ടാണോ ഞാൻ നിനക്ക് ഓട്ടിക്കാൻ തരാൻ പോകുന്നത്, എങ്കിൽ നല്ല രസമായിരിക്കും നേരെ അങ്ങ് പെട്ടിയിലോട്ട് കയറ്റാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഫാമിന് ഓട്ടിക്കാൻ കൊടുക്കും, അവന് നന്നായിട്ട് ഓട്ടിക്കാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ഫാം ആ ടൈമിന് ഞാൻ ഓട്ടിക്കാം, നീ വേണമെങ്കിൽ കൂടെ എൻ്റെ വണ്ടി കയറി ഇരുന്നോളാനായിട്ട് വാനിനോട് പറയുന്നുണ്ട്. അവരങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മായി മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. മായി അങ്ങനെ അവൻ്റെ അമ്മേനെ ഇങ്ങനെ കോൾ ചെയ്യാണ്, സുഖമാണ് അമ്മ, ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ, എനിക്കൊരു ലംബോർഗിനി വാങ്ങിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അതിന് ഫോണിൽ കൂടെ തന്നെ അവൻ നല്ലതുപോലെ കേട്ട് പിടിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്ന ജെയിനെയാണ്. അവൻ നേരത്തെ ഉറങ്ങാനായിട്ട് പോയെങ്കിലും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ബെഡിൽ താൻ കാണുന്ന സ്വപ്നമെല്ലാം റിയൽ ആവുന്നതിൻ്റെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ജിന്നു ഉറങ്ങാനായിട്ട് വരുന്നുണ്ട്. ആ ടൈമിന് ജയാണെങ്കിൽ ഉറങ്ങിയതുപോലെ ഇങ്ങനെ അഭിനയിച്ച് കിടക്കുന്നുണ്ട്. ജിന്ന് അങ്ങനെ വന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷം ജയാണെങ്കിൽ ജിന്നിനെ തന്നെ നോക്കുന്നുണ്ട്. അവനിങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും നീ ഇങ്ങനെ വരുന്നതെന്ന്. അത് വീണ്ടും ഫാമിനെ വാനിനെ കാണിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഇപ്പോൾ കാറിൽ കയറി ഇരുന്നിട്ട് റേസ് ചെയ്യാനായിട്ട് തുടങ്ങാനായി നിൽക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ അവനെ ഫോൺ എടുത്തിട്ട് ഫാം
ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഫാം അപ്പോൾ പറയുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാത്ത മര്യാദയ്ക്ക് ഇരിക്കും, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, സീറ്റ് ബെൽറ്റ് എടുത്ത് ഇടാനായിട്ട്. ആ ടൈമിന് എൻ്റെ കൈ ഫ്രീ അല്ല, നീ ഇട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫാമാണെങ്കിൽ ഇവന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് ഇവർ ഭയങ്കര ക്ലോസ് ആയി വരുന്നുണ്ട്. വാൻ അപ്പോൾ പറയുന്നുണ്ട് ഒത്തിരി ക്ലോസ് ആവണ്ട, ചിലപ്പോൾ നീ ഞാനുമായിട്ട് ലവിൽ വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. ഫാം അപ്പോൾ തിരിച്ച് പറയുന്നുണ്ട് സാരമില്ല, ഞാൻ വീഴുവാണെങ്കിൽ തിരിച്ച് കയറി വരാൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഇപ്പം മര്യാദയ്ക്ക് ഇരിക്കും, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ഫാമിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് ഇതിൽ രണ്ടിലും ആരോടോ ഒരു ക്രഷ് ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. കണ്ടിട്ട് ഫാമിന് ഇവൻ്റെ അടുത്താണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കത് വഴിയെ മനസ്സിലാക്കാം. അടുത്ത് ജിനിനെയും ജെയിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരു കഫേയിൽ ഇരിക്കുകയാണ്. അവരിപ്പോൾ ഇങ്ങനെ കഫേയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ടൈമിന് ജിന്നാണെങ്കിൽ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിന്ന് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം ഇതാണ്, എനിക്ക് ഒരു 60-70 വയസ്സായാലും നീ എനിക്ക് വീണ്ടും വീണ്ടും സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന്. ആ ടൈമിൽ ജയാണെങ്കിൽ ഓക്കെ എന്നുള്ള ഇതിൽ തലയാട്ടുന്നൊക്കെ ഉണ്ട്. ഇത് ജയാണെങ്കിൽ കണ്ട അടുത്തൊരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം കണ്ടിട്ടാണ് ജയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ 8 എഴുന്നേക്കുന്നത്. വീണ്ടും ഇങ്ങനത്തെ സ്വപ്നം തന്നെ കാണുമ്പോൾ അവന് പിന്നെയും ടെൻഷനാണ്. അവൻ എന്നിട്ട് ജിന്നെ നോക്കുന്ന ടൈമിൽ ജിന്ന് ഇതൊന്നും അറിയുന്നില്ല. ജിന്ന് ഇപ്പോഴും നല്ല സുഖം ഉറക്കമാണ്. കുറേ കഴിഞ്ഞ് ജിന്ന് റെഡിയായിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി ജയാണെങ്കിൽ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിച്ചു തുടങ്ങുന്ന കാണുന്നുണ്ട്. നോക്കുമ്പോൾ ജിന്നിനുള്ള ഫുഡും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിന്നാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവനും തൊട്ട് പെട്ടെന്ന് നന്നായോ, എനിക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ജയ വെറുതെ വായി നോക്കിക്കൊണ്ടിരിക്കാതെ വന്ന് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. രണ്ടുപേരും വന്നിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങുന്നതും ജയ പറയുന്നുണ്ട് നീ ഫസ്റ്റ് എന്നൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ എനിക്ക് എടുത്തിട്ട് വരണമെന്നുണ്ട്, പിന്നെ അതുമാത്രമല്ല ഒരു പുതിയ ഡെസ്ക് വാങ്ങണമെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ പുതിയ ഡെസ്ക് വാങ്ങുന്നത്, നീ ആണെങ്കിൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഈ ഒരു ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്തിട്ട് നീ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ജയ അപ്പോൾ അത് പറ്റില്ല, എനിക്ക് പുതിയ ഡെസ്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് എന്താണ് ഡെസ്ക് ഇങ്ങനെ ചുമ്മാ വാങ്ങിച്ച് കളയാനുള്ളതെന്നും അല്ല, നീ ഒരു മാസം ഉപയോഗിച്ചിട്ട് വെറുതെ കളയേണ്ടി വരത്തില്ലേ എന്ന് പറയുമ്പോൾ ജയാണെങ്കിൽ അതിനിപ്പോൾ എന്താ, ഞാൻ റിച്ച് ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും വാങ്ങും, ഞാൻ ചിലപ്പോൾ കളയും, ചിലപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എറിയൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിന്നാണെങ്കിൽ വേണ്ടിയിട്ട് പോടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ജയയുടെ ഒരു കൈക്ക് വയ്യ, പിന്നെ എങ്ങനെയാണ് ജയാണെങ്കിൽ ഫുഡിൻ്റെ കവർ തുറന്നിട്ട് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചേന്ന്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ജയ പറയുന്നുണ്ട് അത് ഞാൻ കവർ കടിച്ചാണ് പൊട്ടിച്ചത്, അതുകൊണ്ട് തന്നെ എൻ്റെ വായിലുള്ള അത്രയും നിൻ്റെ ഫുഡിലായി കാണുമെന്ന്. ആ ടൈമിന് ജിന്ന് വിശ്വസിക്കുന്നില്ല, പിന്നെ കടിച്ചു പൊട്ടിക്കാൻ വെറുതെ കള്ളം പറയില്ലേ എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് ജിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഫുഡിൻ്റെ കവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ കടിച്ച് പൊട്ടിച്ചതിൻ്റെ അടയാളവും കാണുന്നുണ്ട്. അപ്പോൾ ജിന്നിന് മനസ്സിലാകുന്നുണ്ട് ജയ ശരിക്കും അവൻ്റെ വാ വെച്ച് കടിച്ച് പൊട്ടിച്ച ഫുഡാണ് ഇപ്പോൾ അവൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ജിന്ന് അയ്യേ എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും അവരെ വീട്ടിലേക്ക് പോവാണ്. ജിന്നാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഗാർഡനിൽ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജിന്ന് പെട്ടെന്ന് പുറകെ നിന്ന് പോയിട്ട് അമ്മേനെ ഹഗ് ചെയ്യുന്നതും അമ്മ പെട്ടെന്ന് പേടിച്ചിട്ട് ഇവൻ്റെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് ദിവനാണെന്ന് മനസ്സിലാകുമ്പോൾ അമ്മയാണെങ്കിൽ അയ്യോ നീ ആയിരുന്നു സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് ജയിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലേക്കും ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ജിന്ന് എവിടെയെന്ന്. അപ്പോൾ ജിന്ന് അവൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ജയാണെങ്കിൽ എന്നിട്ട് എൻ്റെ ഇങ്ങനെ സ്റ്റിച്ചിങ് മെഷീൻ എടുക്കാനായിട്ട് വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അവൻ്റെ കാർ എന്തായി ഗാരേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു, റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈം അമ്മയാണെങ്കിൽ ഇല്ല റെഡിയായില്ല, അത് റെഡിയായതിനു ശേഷം വിൽക്കുന്ന കാര്യം ഞാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജയാണെങ്കിൽ അയ്യോ അമ്മ അങ്ങനെയും ചെയ്യല്ലേ, അതെൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞില്ല, അതെനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, 1 മാസം കഴിഞ്ഞ് നിൻ്റെ കൈയൊക്കെ ഓക്കെ ആവട്ടെ, അപ്പം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അങ്ങോട്ടേക്ക് കയറി നിന്നിട്ട് ആ പൊട്ടാ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ്റെ പാരൻസ് ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെയാണ് ജിന്ന് ജയിനെ അങ്ങനെ വിളിച്ചുകൊണ്ട് കയറി വന്നത്. പെട്ടെന്ന് അവൻ്റെ പാരൻസ് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നതും ജിന്നാണെങ്കിൽ കൂട്ടുകാരാ നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മര്യാദ കാണിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. തിരിച്ച് ജയാലും ആ കൂട്ടുകാരെ നമുക്ക് പോവാം, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുക കൂട്ടുകാരാ, എൻ്റെ ഒരു തയ്യൽ മെഷീൻ എടുക്കാനായിട്ട് സഹായിക്കാമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അതിനെന്താ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ ബായിയൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് തിരിച്ച് അവരുടെ റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഈ ഒരു തയ്യൽ മെഷീനെല്ലാം തന്നെ ജിന്ന് ചുമന്നതുകൊണ്ട് തന്നെ ജിന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നെ നിൻ്റെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു, എത്രയും പെട്ടെന്ന് നിൻ്റെ കൈ ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകാനായിട്ട് പറയുന്നുണ്ട്. ജയ സമയം ഇതൊരു പൂച്ചക്കുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നിനാണെങ്കിൽ നീ ഒരു പൂച്ചക്കുട്ടിയാണ്, പുലിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ജിന്ന സമയം മര്യാദയ്ക്കിരുന്നോ എൻ്റെ പൂച്ചക്കുട്ടിയെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ ജയാണെങ്കിൽ മിയാവും മിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനായിട്ട് ഇങ്ങനെ പിന്നെയും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനിട്ട് കുറേ കൊടുത്തിട്ട് ജിന്ന് റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് തിരിച്ച് വരുന്ന വഴിക്ക് പുതിയൊരു ഡെസ്ക് വാങ്ങിച്ചായിരുന്നു. ജയ എങ്ങനെ ഇരുന്നിട്ട് അത് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഡ്രോയർ തുറന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നുണ്ട്. അതും എടുത്തുകൊണ്ട് വന്നിരിക്കുമ്പോഴാണ് അവനിങ്ങനെ ആലോചിക്കുന്നത് അല്ല ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെയാണ് ഇരുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം, ഇത് ജിന്നിൻ്റെ വീടല്ലേന്ന്. അവനാകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോകുന്നുണ്ട്. മേ ബി സ്വപ്നത്തിൽ അവന് കണ്ട് മേ ബി ജിന്നിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി എല്ലാം ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. എന്തായാലും പിന്നീട് അവനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജിന്ന് കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവൻ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിന്നിനോട് അതെടുത്ത് കഴിക്കുകയും നീയാണെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ എടുത്തുകൊണ്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തല്ലേ, നിനക്ക് വേണ്ടി വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കണമല്ലോ, എനിക്കൊന്നും വേണ്ട.
ഞാൻ ഓൾറെഡി പല്ല് തേച്ച് കഴിഞ്ഞു ജയ. അപ്പോൾ എങ്കിൽ പിന്നെ നീ എന്താ ചെയ്യുന്ന വെച്ചാൽ രീതി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ജിന്നാണെങ്കിൽ ഒരു ഐസ്ക്രീം കേടാവാതിരിക്കാനായിട്ട് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടായിരുന്നു, വാനില ഫ്ലേവർ ഉണ്ടായിരുന്നു. വച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ വിചാരിക്കുന്നുണ്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചേക്കാന്ന്. അങ്ങനെ ഫസ്റ്റ് അവൻ സ്ട്രോബെറി ഫ്ലേവറാണ് എടുക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അവൻ സ്ട്രോബെറി ഫ്ലേവറെല്ലാം കഴിക്കുന്ന വെച്ചിട്ട് മേ ബി ജയ അവനെ കളിയാക്കുമോ എന്ന് കരുതിയിട്ട് എങ്ങാനും ആയിരിക്കും അവനത് തിരിച്ചു വെച്ചിട്ട് വാനില ഫ്ലേവർ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ജയാണെങ്കിൽ അന്ന് രാവിലെ കൂടെ കണ്ട സ്വപ്നമായിരുന്നു ജിന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം സ്ട്രോബെറിയാണ്, എനിക്കൊരു 60-70 വയസ്സായാലും നീ എനിക്കിത് വാങ്ങിച്ചു തരണമെന്ന്. എന്നാൽ ഇപ്പം അവൻ വാനില ഐസ്ക്രീം ഇരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ ജയ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. കാരണം അവൻ സ്വപ്നം കണ്ടതിൽ ഒരു കാര്യമെങ്കിലും തെറ്റായിട്ട് വന്നല്ലോ, അത് സത്യമായില്ലല്ലോ എന്ന്. അങ്ങനെ പക്ഷേ അവൻ വീണ്ടും ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമല്ലേ എന്ന്. ജിന്നപ്പോൾ എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമോ? എനിക്കത് ഇഷ്ടമൊന്നുമല്ല, അതൊക്കെ 3 വയസ്സുള്ള പെമ്പിളരാണ് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നീ അങ്ങനെ കളിയാക്കിയെന്ന് വേണ്ട, സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഉണ്ടാകുമെന്ന് തിരിച്ച് ജയ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ജയ ആണെങ്കിൽ ആ ഒരു ഡെസ്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ജിന്നിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ജിന്ന് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ജയ എഴുന്നേറ്റ് ജിന്നിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയം ജിന്ന് പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ തീരുമാനിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സെയിം ഡയലോഗ് ഇവൻ കണ്ട മറ്റൊരു സ്വപ്നത്തിലും മറ്റൊരു സിറ്റുവേഷനിൽ ഇവൻ്റെ അടുത്ത് ജിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയക്ക് പിന്നെയും കൺഫ്യൂഷൻ ആവുകയാണ്. ജയ കണ്ട ഒരു സ്വപ്നം കാണിക്കുവാണെങ്കിൽ അതിൽ ജയ ആണെങ്കിൽ ഇതുപോലെ ജിന്നിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യം ചോദിച്ചതായിരുന്നു. ആ ടൈമിന് ജിന്നാണെങ്കിൽ ഇതുപോലെ പ്ലീസ് എന്ന് പറയുക എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജയ ആണെങ്കിൽ ഓക്കെ പ്ലീസ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാവോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എനിക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറയാണ്. ആ ടൈമിന് അവർ ഭയങ്കര ക്ലോസ് ആയി വരുന്നുണ്ട്, അവർ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്വപ്നമായിരുന്നു അവൻ കണ്ടത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു സ്വപ്നത്തിൻ്റെ മെമ്മറിയിൽ ആ ഒരു സ്വപ്നത്തിൽ ജിന്ന് എന്താണോ പറഞ്ഞത് അതുപോലെ ജിന്ന് പറഞ്ഞു കഴിയുന്നതും ആ ഒരു സ്വപ്നത്തിനെ പറ്റി ജയ ആലോചിക്കുന്നതുകൊണ്ട് ജിന്നിനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് പോവുകയും ചെയ്യുവാണ്. ആ ഒരു സ്വപ്നത്തിലുള്ളതുപോലെ തന്നെ അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.